നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. Hi friends, come here. Come. Look, this is Mr. Vishal. ആരാണെന്നല്ലേ? He is my ex-lover. എന്റെ പഴയ കാമുകൻ. എല്ലാരും കണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ ചതിച്ചിട്ട് പോയ ഒരുത്തനെ കുറിച്ച്? അവനാണ് ഇവൻ. ഇപ്പൊ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിരിക്ക. അക്ഷര പ്ലീസ്, നീ എന്തായി കാണിക്കുന്നത്? അറിയട്ടെ, എല്ലാവരും അറിയട്ടെ നീ ആരാണെന്ന്. അന്ന് ഇവന് തോന്നി എനിക്ക് ഗ്ലാമർ കുറവാണെന്ന്. ഇവൻ എന്നെ ചതിച്ചു. എങ്ങനെയാണെന്ന് അറിയാമോ? എന്റെ ബാഗില് ഡ്രഗ്സ് വെച്ച് എന്നെ ജയിലിലാക്കാൻ നോക്കി. ഇപ്പൊ ഇവൻ പറയുന്നു ഞാൻ ഹോട്ട് ആൻഡ് സെക്സി ആണെന്ന്. എന്നെ കണ്ടിട്ട് ഇവന്റെ ഞരമ്പിന് തീ പിടിക്കുന്ന പോലും. അക്ഷര പ്ലീസ് നിർത്ത്. ഇവനാള് കൊള്ളാലോ. ഞങ്ങൾ ഇടപെടണോ? നോ, അതൊന്നും വേണ്ട. നിങ്ങൾ ഇവനെ ഒന്ന് നോക്കി വെച്ചാ മതി. നാളെ ചിലപ്പോ ഇവൻ നിങ്ങളുടെ അടുത്തും വരും. നിങ്ങളും ഹോട്ട് ആൻഡ് സെക്സി ആണെന്ന് പറഞ്ഞു. കുറെ കാലമായിട്ട് ഇവന്റെ ശല്യം ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നു പുതിയ കുറെ ഓഫറുകളുമായിട്ട്. മുംബൈയിൽ നടക്കുന്ന ബ്യൂട്ടി കോntestല് ഞാൻ പങ്കെടുക്കണം പോലും. നിങ്ങൾ എന്ത് പറയുന്നു? അയ്യോ പാവം, നീ ഒന്ന് ചെല്ലും മോളെ. ഞങ്ങളും വരണോ? ഇനി നീ പറ, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ രഹസ്യങ്ങളെല്ലാം എന്റെ സുഹൃത്തുക്കളോട് തുറന്ന് പറയടാ. ഗൈസ്, യു ടെൽ, ഞാൻ ഇവനെ എന്ത് ചെയ്യണം? സ്റ്റോപ്പ്. അന്ന് നീ ചതിച്ചിട്ട് പോയ പഴയ അക്ഷരയല്ല ഞാൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കുന്നോ? നിന്റെ ഫോട്ടോ വെച്ച് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇടും. എല്ലാവരുടെയും മുന്നിൽ നിന്നെ എക്സ്പോസ് ചെയ്യും. പൊളിച്ചടുക്കി കളയും നിന്നെ ഞാൻ. പോയ്ക്കോ. ഇനി എന്റെ പിന്നാലെ വന്ന നീ നോക്കിക്കോ, ഇതിനുള്ള പണി നിനക്കിട്ട് ഞാൻ തരും. നിന്നെ കൊണ്ടേ ഞാൻ പോവും. വല്ലാത്ത വെപ്രാളമായിരുന്നു. എല്ലാവരും ആകെ പേടിച്ചുപോയി. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഉറങ്ങിയേ. സുധേട്ട,
പേടിയുണ്ടോ? എന്തിനാ പേടിക്കുന്നത്? ബാച്ചിലേഴ്സ് റൂം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ? ഈ റൂമിന് എന്താ കുഴപ്പം? കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. എന്ത് കുഴപ്പം? ഓ, ഒന്നും അറിയാത്ത പോലെ. അതെ, എനിക്ക് വേഗം പോണം. പോകാം. നീ എവിടെ ഇരിക്കും? ഇരിക്കുന്നു ഇങ്ങോട്ട്. എന്താ ഒരു കള്ളനോട്ട്? വെറുതെ. ഞാൻ എത്ര ആഗ്രഹിച്ച ഇങ്ങനൊരു നിമിഷം. വേണ്ട ശരത്തേട്ടാ, ഇതൊക്കെ കല്യാണത്തിന് ശേഷം മാത്രം മതി. എപ്പോഴായാലും നീ എന്റേതല്ലേ? അയ്യട മോനെ, ദേ എന്നെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. ഈ കള്ളത്തരം മോന്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ നേരത്തെ കരുതിയതാ. അതങ്ങനെ കയ്യിൽ തന്നെ വെച്ചാ മതി. സമയാവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യ്. വിഷമായോ? എന്നെ വിശ്വാസമില്ല അല്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെന്താ? ഞാനൊരു പെണ്ണാ, ആഗ്രഹങ്ങളൊക്കെ എനിക്കും ഉണ്ട്. ഇവിടെ നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ട ചില അതിർവരമ്പുകളുണ്ട്. നീ എന്താ ഫിലോസഫി പറയാന്നോ? അങ്ങനെ തോന്നിയോ? തോന്നിയാൽ തന്നെ അതിൽ തെറ്റൊന്നുമില്ല. കാരണം എവിടെയായാലും നഷ്ടപ്പെടാനുള്ളത് സ്ത്രീകൾക്ക് മാത്രം. ശരത്തേട്ടാ, റൊമാൻസും തമാശയൊക്കെ എനിക്കും ഇഷ്ടമാ. ഒരാണിനോട് ചേർന്ന് നിൽക്കാൻ സ്നേഹം കിട്ടാൻ കൊതിക്കുന്ന ഒരു പെണ്ണ് തന്നെയാ ഞാനും. പക്ഷെ വിവാഹം കഴിഞ്ഞ് മണിയറയിൽ ശരത്തേട്ടനടുത്തേക്ക് കയറി വരുമ്പോ ഏറ്റവും പരിശുദ്ധിയോടുകൂടി തന്നെ കയറി വരണമെന്നാ എന്റെ ആഗ്രഹം. ഓ, നീ എന്റെ മൂഡ് കാണാൻ. മൂടൊക്കെ നമുക്ക് ശരിയാക്കാം. ദേ ഹൗസ് ഓണർ അപ്പുറത്തുണ്ട്, വിളിക്കണോ? നിനക്ക് കുടിക്കാൻ എന്താ വേണ്ട? ഫ്രിഡ്ജിൽ ജ്യൂസ് ഇരിപ്പുണ്ട്. എനിക്കൊന്നും വേണ്ട, നമുക്ക് പോവാം. പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഒരു ഐസ്ക്രീം കഴിക്കാം. നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്ത് കാര്യം? നിന്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ ഏട്ടത്തിയുടെ ജീവിതം എന്തായി തീരുമെന്ന് നീ ആലോചിച്ചിട്ടുള്ളോ? അതിനെക്കുറിച്ച് എന്താ ആലോചിക്കാൻ? എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ കുറച്ചു നാൾ കരയും, വിഷമിക്കും. പിന്നെ കുറച്ചു നാള് ഇനി എന്ത് ചെയ്യുന്നുള്ള ചിന്തയിൽ അങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു ദിവസം അവര് വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. നിനക്ക് തെറ്റി. അങ്ങനെ വല്ലതും സംഭവിച്ച ദേവിക എങ്ങോട്ട് പോവും? ദേവികയുടെ ആയതെല്ലാം അവൾ സുധിക്ക് വേണ്ടി വിറ്റു. കിടപ്പാടം വരെ പോയി. നിന്റെ വീട് വിട്ട് ദേവിക ഇനി എങ്ങോട്ടും പോവാൻ പോകുന്നില്ല. ദൈവമേ, അപ്പൊ ഏട്ടത്തി ഭാവിയില് നമുക്കൊരു ബാധ്യതയെ തീരുവോ?